ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ മെഡിറ്റേഷനിലേക്ക് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചത് എന്ന് ഞാൻ പറയട്ടെ. ഞങ്ങളുടെ NSSൻ്റെ കരയോഗ മന്ദിരത്തിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പാത പിന്തുടരുന്ന കുറേ മഹാത്മാക്കളുണ്ട്. അവർ വന്ന് ഒരു 3 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഞാൻ തുടക്കം മുതലേ എപ്പോൾ അവർ വന്ന് ക്ലാസ് എടുത്താലും ഞാനതിൽ പങ്കെടുക്കും. ആദ്യമൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ചൊട്ടും അറിവില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യം പഠിപ്പിച്ചപ്പോഴൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. പോയി എല്ലാം ചെയ്തുവെങ്കിൽ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞ് ഞാനതങ്ങ് നിർത്തി. അതിനുശേഷം വീണ്ടും വന്നു, ഒരു മൻസാർ വന്നു നല്ലോണം ക്ലാസ് എടുത്തു. അന്നേരം പിന്നെ കുറച്ചുകൂടെയൊക്കെ ഇൻട്രസ്റ്റായി. പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ കൂടെ ആദ്യം വന്നവരൊന്നും പിന്നെ അങ്ങനെ അധികം പേരൊന്നും വന്നില്ല. കുറച്ച് പേരൊക്കെ വന്നുള്ളൂ. നമുക്കിതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. പെട്ടെന്നൊരാൾ ഒരിക്കൽ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമുക്കറിയത്തില്ല. നമ്മൾ ചെയ്ത് നോക്കുന്നില്ലല്ലോ. അങ്ങനെ കുറേ പ്രാവശ്യം മനുസാർ വന്നു, ഉഷ ടീച്ചർ വന്നു, പിന്നെ വേറെ കുറേ ടീച്ചർമാരും സാറന്മാരും ഒക്കെ വന്ന് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചു. അങ്ങനെ 3 വർഷം ആയിട്ട് ഇടവിട്ടിങ്ങനെ അവർ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ ചെന്ന് പങ്കെടുക്കും. എനിക്കിഷ്ടമായി, ഇതിനോട് ഭയങ്കര താല്പര്യമായി. അതിനുശേഷം പിന്നെ ഡോക്ടർ മഞ്ജു മേഡം, ഡോക്ടർ സുനിൽ സാർ, അവർ രണ്ടുപേരും ഈ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് അവരുടെ ജീവിതമേ ഒഴിഞ്ഞു വെച്ചതാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് നാൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഓൺലൈനായിട്ട് എടുത്തു. പക്ഷെ എനിക്കതിനകത്തിൽ കൂടുതൽ ദിവസം എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം വെളുപ്പിനെ ഒരു 1.5 മണിക്കൂർ രാവിലെ, അന്നേരം എനിക്ക് ഇടയ്ക്ക് എല്ലാ ദിവസമൊന്നും അതിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മാഡത്തോട് പറഞ്ഞു, ഞാൻ അല്ലാത്തപ്പം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ മാറി. ആ സമയത്ത് പഠിപ്പിച്ച സമയത്ത് പിന്നാണ് ഞാൻ തുടർച്ചയായിട്ട് വെളുപ്പിനെ എണീച്ച് പിന്നെ ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ചെയ്യുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെയൊക്കെ കരുണയാലാണ് ഞാൻ പ്രാണായാമം, ഭസ്ത്രികയും പഠിച്ചു, സുദർശനക്രിയ. അപ്പോൾ ഇത് 3 പഠിച്ചു. പിന്നെ എൻ്റെ രാവിലത്തെ പ്രാർത്ഥന, പിന്നെ മെഡിറ്റേഷൻ, ഇതെല്ലാ ദിവസവും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എനിക്കിതിനോട് ഭയങ്കര താല്പര്യം വന്നു. പിന്നെ അറിയാൻ വയ്യാത്തതൊക്കെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ പഠിച്ചു. ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്കൊരുപാട് ഗുണങ്ങളുണ്ടായി. അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ മറ്റ് യോഗ ക്ലാസ് അവർ പഠിപ്പിച്ചുകൊണ്ട് അതെല്ലാം എനിക്കറിയാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടല്ലോ, അതങ്ങനെയാണ് ഇട്ടത്. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ കണ്ണൻ തന്നു. ഞാനിവിടെ അടുത്തുള്ള നമ്മുടെ സമാജത്തിലും അങ്ങനെയൊക്കെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ അവർക്കാർക്കും അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ആരും അതിനോട് അത്ര അനുകൂലിച്ചില്ല. പക്ഷെ എനിക്കിത് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ മനസ്സങ്ങ് വ്യഗ്രമാവുക, എനിക്ക് ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ അടുത്തുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, നിങ്ങൾ ഒന്ന് എൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ. പക്ഷെ അവർക്കാർക്കും അതിനോട് താല്പര്യമില്ല. എന്നാൽ കുറച്ച് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങ്,
എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രേരണയായത്. അത് പ്രേരണയെന്ന് വെച്ചാൽ ഇങ്ങനൊരു ആഗ്രഹമേ എനിക്കില്ലായിരുന്നു. ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അമ്മ പ്രായമുള്ള 94 വയസ്സുള്ള അമ്മയെ നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും വീഡിയോയിലൊക്കെ. അപ്പം അമ്മ ഒരു ദിവസം ഇങ്ങനെ അടുക്കളയിൽ വന്നു, പല്ലൊന്നും വെക്കാതെ രാവിലെ വന്ന് ഭക്ഷണം കഴിച്ചപ്പെട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്താ പല്ല് ഒന്നും വെക്കാഞ്ഞേ? ഓ, എനിക്കതൊന്നും ചവയ്ക്കാൻ വയ്യാടി. അപ്പം അമ്മ ആ മോണ കാട്ടിയ ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അമ്മയുടെ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ യൂട്യൂബിലിടാമെന്ന്. അതിന് മുന്നേ അങ്ങനത്തെ ഒരു ആഗ്രഹമോ തീരുമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല. മോൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യണം, പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി, അങ്ങനെ ഇട്ടു. അതപ്പം എല്ലാവരും കണ്ടു, അത് ഒരുപാട് വ്യൂസ് കിട്ടി. അപ്പോഴാണ് വീണ്ടും വീണ്ടും ഷോർട്സ് അന്നേരം ഇടുന്നത്. ഷോർട്സ് ഇടണം, അങ്ങനെ ഇട്ടാണ് പിന്നെ ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് പറയണം ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുമല്ലയോ. എനിക്കറിയാവുന്നതാണ് കേട്ടോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ ആ മെഡിറ്റേഷൻ്റെ വീഡിയോ ഇടുന്നത്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ, അത്രയും ചെയ്തിടാൻ പറ്റിയല്ലോ, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എന്തായാലും ആ വീഡിയോ വൈറലായി, ഒരുപാട് വ്യൂസ് കിട്ടി. ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഞാൻ എല്ലാ ദിവസവും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ഞാൻ ആരെന്നോ എന്തോന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ച ഡ്രസ്സില്ലേ, അതിലൊരു 3/4 ഭാഗവും ഇന്ന് വിറ്റ് കഴിഞ്ഞു. എൻ്റെ ചുറ്റുപാടുള്ള ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അവർ എൻ്റെ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. നൈറ്റി ചുരിദാറൊക്കെ 2ഉം 3ഒക്കെ ഉള്ളൂ, ബാക്കി മൊത്തം തീർന്നു. പിന്നെ ഒരു രമചേച്ചിയുണ്ട് എനിക്ക്. രമചേച്ചിയാണെങ്കിൽ എല്ലാ ദിവസവും ചോദിക്കും, വീഡിയോ കണ്ടില്ലെങ്കിൽ സുജയ് നീ എന്താ ഇന്ന് വീഡിയോ ഇടാഞ്ഞ്, ഞാൻ കണ്ടില്ലല്ലോ. എൻ്റെ എല്ലാ കാര്യത്തിനും, വീഡിയോയ്ക്കാണെങ്കിലും കൊള്ളാം, ഞാൻ എന്ത് ബിസിനസ് ആയാലും ചിട്ടി ആയാലും എന്ത് തുടങ്ങിയാലും എൻ്റെ രമചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യും. എല്ലാത്തിനും. ഇപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പട്ടാളത്തിൽ നിന്ന് പെൻഷനായിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എന്ത് തുടങ്ങിയെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗമാകും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദി രമചേച്ചി. എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുകയും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കുക എന്താ സുജയ വീഡിയോ ഇടാത്തതെന്ന്. പിന്നെ എൻ്റെ നാത്തൂന്മാർ 2 പേരും എന്നെ ഹെൽപ്പ് ചെയ്ത്, അവർ എപ്പോൾ ഞാൻ എന്ത് തുടങ്ങിയാലും അവർ 2 പേരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട്, ജയശ്രീ. എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഡ്രസ്സ് വാങ്ങിച്ചും എന്ത് സംരംഭങ്ങളാണെങ്കിലും ചുട്ടിയായാലും കൊള്ളാം, എന്തിനും എല്ലാവരും എനിക്ക് സപ്പോർട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇനിയും തുടർന്നും ഇതുപോലെ മുൻപോട്ട് പോകാൻ അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടെന്ന് അറിയാം. പിന്നെ അതുകൊണ്ട് ഇനി ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും എൻ്റെ തുണികളെല്ലാം വിറ്റ് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു. പിന്നെ രാമായണം വായന കണ്ണിന് വേദനയായതുകൊണ്ട്, വേദനയില്ല, കണ്ണിൻ്റെ ആ പ്രശ്നം കാരണം ഞാൻ മുഴുവൻ തീർക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്കിത് 31-ാം തീയതിക്ക് മുന്നേ എനിക്ക് വായിച്ച് കഴിയണം എന്ന് പറഞ്ഞ് കുറേ സമയം ഇരുന്ന് വായിച്ചു. എൻ്റെ കണ്ണിന് വേദനയൊന്നും എടുത്തില്ല കേട്ടോ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, അല്ലെ നമുക്ക് പെട്ടെന്നൊരു വിഷമം വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. നിങ്ങൾക്കറിയാമോ ആർക്കെങ്കിലും? ഏത് മന്ത്രമാണ് അത്? ഞാൻ ഒടുവിൽ പറയാം. പല വിഷമങ്ങൾ നമ്മൾ ജീവിതത്തിൽ സഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഞാനാണ് അമ്പലത്തിൽ പോയാൽ, കണ്ണൻ്റെ അമ്പലത്തിൽ പോയാൽ
ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഈ മന്ത്രം എപ്പോഴും ചൊല്ലും, വീട്ടിലിരിക്കുമ്പോഴും ചൊല്ലും. അപ്പം നമുക്ക് ഒരു കരുത്തും, ഭഗവാൻ കൂടെ ഉണ്ട്. അല്ലെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. കണ്ണനെ വിളിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഇപ്പം തന്നെ കണ്ണിന് വേദന വന്നു, പ്രശ്നമുണ്ടായി. ഒറ്റ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയുള്ളൂ, ഡോക്ടറെ കണ്ടുള്ളൂ. എന്നോട് എല്ലാവരും പറഞ്ഞു സുജയ ഒന്നുകൂടെ പോകണമെന്ന്. പക്ഷേ ഞാൻ പോയില്ല. ഡോക്ടറിനോട് പറഞ്ഞത് പിറ്റേ ദിവസം കണ്ണിൻ്റെ പ്രശ്നമുണ്ടായി, പിറ്റേ ദിവസം അതിഭയങ്കര വേദനയായിരിക്കണം. പക്ഷെ എനിക്കൊരു ശകലം പോലും വേദന ഇതുവരെയും വേദനയായിട്ടൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ സവാള അരിയുകയോ അല്ലെങ്കിൽ കുളിക്കുമ്പം കണ്ണി വെള്ളം വീഴുമ്പോൾ ഒരു കരട് വീണിട്ട് നമുക്കൊരു അസ്വസ്ഥതയില്ലേ, അതുപോലുണ്ട്. എല്ലാ പ്രശ്നമൊന്നുമില്ല. അപ്പം രാമായണം വായിക്കാതിരിക്കുക, എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം രാമായണം വായിക്കാനിട്ട്. എന്തായാലും ഞാൻ തീർക്കും, ഞായറാഴ്ചയ്ക്ക് മുന്നേ ഞാനത് തീർത്തിരിക്കും. അതിന് എനിക്ക് ഭഗവാൻ അനുഗ്രഹം തരും. ഇപ്പം എല്ലാവരും ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലണം എല്ലാ ദിവസവും. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാനും നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കെപ്പോഴും കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ ഭഗവാൻ നമുക്ക് തരും. ഞാൻ ആ മന്ത്രം ചൊല്ലട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എന്നോട് ചൊല്ലട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കേ, താങ്ക് യു, ബൈ ബൈ.